ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ചായയിലാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം അബി വെളിയിൽ നിന്ന് കളിക്കുക. അപ്പോൾ അവനോട് സ്കൂൾ ബസ്സൊക്കെ വരുന്നത് ഇങ്ങനെ പറഞ്ഞു കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നേരം വെളിയിലിരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അകത്ത് കുഞ്ഞ് കരഞ്ഞ്. അങ്ങനെ മീനും ഓടിച്ചെന്ന് കുഞ്ഞിനെയൊക്കെ എടുത്ത് കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അവളിപ്പോൾ കുഞ്ഞായിട്ടൊന്ന് വെളിയിലോട്ടൊക്കെ നടക്കാനിറങ്ങി. പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. നമ്മൾ രാത്രി തന്നെ പാത്രം കഴുകിക്കുന്നുണ്ട്. രാവിലെ അധികം പാത്രമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇത് ഇന്നലെ അമ്മ ഉണ്ടാക്കി എന്തോ ഒരു സംഭവം നാരങ്ങയൊക്കെ വെച്ചിട്ട് അപ്പം വെച്ചിട്ടൊന്ന് പാത്രമൊക്കെ കഴുകി നോക്കാമെന്ന് വിചാരിച്ചു. സത്യം അത് കൊള്ളായിരുന്നു. നല്ലൊരു മണവും നല്ല വൃത്തിയാവുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചായയിട്ട പാത്രം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പോഴത്തേക്ക് മീനും കുഞ്ഞും വെളിയിലൊക്കെ പോയിട്ട് വന്നു. എന്നിട്ട് ഇനി അടുത്തത് കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ തന്നെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കുന്നത്. ആളെ കിടത്തപ്പോൾ തൊട്ടേ കരച്ചിൽ തുടങ്ങി. കുളിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ കിടത്തിയപ്പോൾ മുതലേ കരച്ചിൽ തുടങ്ങി. അവൾക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അബിയും ഉണ്ടെടുത്ത് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവ് എടുത്തിട്ട് ഉറങ്ങാൻ പോയി. അപ്പം മീന് കഷ്ടപ്പെട്ട് ഉറക്കി. എന്നോട് പറയാം ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. വലിയ പാടാ ആൾക്ക് ഉറങ്ങാൻ. കയ്യിലിരിക്കുവാണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ കുഞ്ഞാവൊക്കെ ഉറങ്ങി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് വെളിയിലോട്ട് നോക്കിയപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. എന്തോന്ന് പോയി നോക്കിയപ്പോൾ അവിടെ എന്തോ റോഡിൻ്റെ പണി നടക്കുന്നു. അവിടെ എല്ലാം റോഡ് മോശമായിട്ട് കിടക്കും. അപ്പോൾ JCB ഒക്കെ വന്നിട്ട് അവിടെ റോഡൊക്കെ ഇളക്കി വേറെ താറിടാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അബിയും അമ്മാമ്മയും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അബിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ JCB ഒക്കെ കാണാൻ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ JCB ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്തയായിട്ട് ഇനി നമ്മൾ അബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ അബിക്ക് മാത്രമായിട്ടാണ് രാവിലെ ദോശ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അവൽ നനയ്ക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ അബിക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിന് ദോശയൊക്കെ ചുട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ നെയ്യൊക്കെ പുരട്ടി അബിക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു. അവനെ കൊണ്ട് ഒരു ദോശ കഴിപ്പിക്കുക ഒരു അരമണിക്കൂറെങ്കിലും വേണം. അപ്പോൾ നേരത്തെ അവനെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണികളൊക്കെ നോക്കാൻ. അങ്ങനെ കുഞ്ഞിന് ദോശയൊക്കെ ഉണ്ടാക്കി കഴിപ്പിക്കാൻ പോവാണ്. അങ്ങനെ കുഞ്ഞിന് ദോശ കൊടുക്കാൻ പോവാം. അപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയൊക്കെ പൊളിച്ച് അമ്മ കഴുകി വൃത്തിയാക്കാൻ പോവാം. അങ്ങനെ അമ്മ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി. അമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കപ്പയൊക്കെ കഴുകി കപ്പയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂടെ തന്നെ അവലും ഉണ്ടായിരുന്നു. ഏത് വേണ്ടുന്നവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക എന്നുള്ള രീതിയിൽ അമ്മ കുറച്ച് കപ്പയും കൂടി എടുത്ത് പുഴുങ്ങി. അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും അവൽ നനച്ചതായിരുന്നു. അപ്പോൾ കപ്പയെല്ലാം നല്ലതുപോലെ വൃത്തിക്ക് കഴുകി ഉപ്പൊക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ കുക്കറൊക്കെ അടച്ച് ഗ്യാസിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്കിനി
അവല് നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവാ. കുഞ്ഞിന് ദോശയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ അവലുണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ശർക്കരയൊക്കെ എടുത്ത് അരിയുന്നു. അപ്പം മീനും അപ്പുറത്ത് വന്ന് തേങ്ങയൊക്കെ തിരുമ്മി തന്നു. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ശർക്കരയ്ക്ക് നല്ല കട്ടിയായിരുന്നു. അപ്പോൾ കുറേ സമയം എടുത്ത് അത് ചീകി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെ മീൻ ചൂടുവെള്ളമൊക്കെ റെഡിയാക്കിക്കൊണ്ട് തന്ന് തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവൽ നന്നായിട്ട് കുതിർത്തെടുത്തു. അപ്പം ഞാനിത് നനയ്ക്കുന്ന സമയത്ത് അവൾ വന്ന് പാത്രങ്ങളും ഒക്കെ എടുത്ത് കഴുകി വെച്ച്, അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് ഒരു സൈഡിൽ കൂടെ അവൾ വൃത്തിയാക്കി വരുന്നു. അപ്പോൾ എളുപ്പം പണി കഴിയുമല്ലോ. ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ കുഞ്ഞ് എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അമ്മ അവിടെ പോയി കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുക. കുഞ്ഞിനാണെങ്കിൽ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കയ്യിലിരുന്ന് സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതേ വീഡിയോയുടെ എടുക്കുന്ന അമ്മയെ കാണാത്തത്. അങ്ങനെ അവലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. കൂടെ കപ്പയും ചമ്മന്തിയും ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞങ്ങളങ്ങനെ അതൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. കുഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിയത് കൊണ്ട് മീനുവിനും കുറച്ച് സമാധാനമായിട്ടിരുന്ന് കഴിക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അവലൊക്കെ കഴിച്ചു. ഇന്ന് നമ്മളിവിടെ അടുത്ത് ഒരു എണ്ണ കമ്പനി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, അപ്പോൾ അതിന് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകിട്ട് നമ്മുടെ
നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഒരു നാടകമൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതൊക്കെ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്നപ്പോൾ കുഞ്ഞിന് കരി എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഉറക്കത്തിലാണ് ആള്. കുറേ സമയം എടുക്കണം ഇങ്ങനെ കരിയൊക്കെ എഴുതി. നമ്മളിങ്ങനെ ഒരു പുരുക എഴുതി കഴിയുമ്പോഴത്തേക്ക് ആൾ എഴുന്നേക്കും. വീണ്ടും ഇങ്ങനെ ഉറക്കിയിട്ട് വീണ്ടും അടുത്തത് എഴുതണം. അതിൻ്റെ ഇടയ്ക്ക് അവിക്ക് ഭയങ്കര കുരുത്തക്കേടുണ്ട്, ജനലിലൊക്കെ ചാടി കയറുന്നുണ്ട്. അപ്പം മീനും അവന് വഴക്ക് പറയുമ്പോൾ അവനും തിരിച്ചെന്തൊക്കെയോ അവളെ പറയുന്നുണ്ട്. അപ്പം രണ്ടുപേരും എപ്പോഴും യുദ്ധമാണ് ഇവിടെ. അങ്ങനെ ഞാൻ കുഞ്ഞിന് കണ്ണും പൊരിയൊക്കെ എഴുതി കൊടുത്തു. കുഞ്ഞിനെ അവിടെ കിടത്തി. കുഞ്ഞ് നല്ല ഉറക്കത്തിലായിപ്പോൾ. കുഞ്ഞിനെയൊക്കെ നല്ല ഒരുക്കി സുന്ദരിയായിട്ട് കിടത്തിയിട്ട് ഇനി ഞാൻ വിചാരിച്ചു അപ്പിക്ക് ഷേക്ക് അടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അടുക്കളയിലേക്ക് വന്ന ആപ്പിളും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ മീനും ഉച്ചക്കലത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരുമ്മി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ്. അമ്മയാണ് ഉച്ചക്കലത്തെ ചോറും കറിയൊക്കെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തേങ്ങയൊക്കെ തിരുമ്മി ഉള്ളിയൊക്കെ പൊളിച്ച് ആ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭി ഞങ്ങളുടെ പുറകേ നടപ്പുണ്ട്. അഭിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അഭിക്ക് ഷേക്ക് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യുവാണ്.
കുഞ്ഞിന് ഷേക്കും കൊടുത്തു. പിന്നെ ഉച്ചയായപ്പോൾ ചോറും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് മീൻ കിട്ടാത്തത് കൊണ്ട് മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മുട്ട എടുത്ത് പൊരിച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് മീനും അവിടെ എന്തൊക്കെയോ പരിപാടിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചായിരുന്നു ഇരുന്നത്. ഞങ്ങൾ 3 പേരും ഇരുന്ന് ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ ഉച്ചമയക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇച്ചിരി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഹലോ, നമ്മളിപ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെണ്ടമേളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടെ. അപ്പോൾ അവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണേ. അവിടെ ചെന്നിട്ട് കാണാം. സഹകരണ ബാങ്കുകൾ വഴി വിനിയോഗിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഹലോ ഗായ്സ്, ദോണ്ട വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വീട്. ഇവിടെയാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലം. സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങൾ പങ്കെടുത്തു. ഗായ്സ്, ഇവിടെ മേലോട്ട് പോകുന്ന അവിടാണ്. ഏകദേശം 2000 അതാണ് നമ്മുടെ പുതിയ എണ്ണ ഫാക്ടറി. അപ്പോൾ ഇതാണ് വെളുന്നല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കും കോക്കനട്ട് പ്രോസസ്സിംഗ് സെൻ്ററും. അപ്പം ഞങ്ങൾ ഇന്നപ്പോഴത്തേക്ക് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവിടെ പ്രസംഗമൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ച്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി തിരിച്ച് പോരുന്നേ. പിന്നെ രാത്രി നമ്മൾ നാടകം കാണാൻ വേണ്ടിയിട്ട് പോവുക. ഒത്തിരി നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നാടകം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാടകം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മീന് കുഞ്ഞിനൊക്കെ ആയിട്ട് വരിക. അങ്ങനെ ഞങ്ങൾ നടന്ന് മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളവിടെ ചെന്നിരുന്ന് എല്ലാവരെയും കണ്ട്. നമ്മുടെ നാട്ടുകാരാണല്ലോ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ചെന്നിരുന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു നാടകം തുടങ്ങി. എല്ലാവരും ഹായൊക്കെ എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞു. അമ്മയും മൂത്തമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നാടകം തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ അവിടെ ചുറ്റിനും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക. ഇത് ഞങ്ങളുടെ അച്ചാച്ചനാണ്. അച്ചാച്ചനോട് ഹായ് ഒക്കെ തരാൻ പറഞ്ഞു. അച്ചാച്ചൻ ആദ്യം മനസ്സിലായില്ല. എന്നിട്ട് ഹായ് ഒക്കെ തരുന്നുണ്ട്. ഹായ്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ നാടകം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുക. നല്ലൊരു നാടകമായിരുന്നു. വീണ വിൽപ്പനക്കാരൻ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. എല്ലാവരും നല്ല സൂപ്പർ അഭിനയമായിരുന്നു കേട്ടോ.
കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമായിരുന്നു, തീരല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നാടകമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നാടകം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ കുഞ്ഞിയും പൊന്നും ഒക്കെ ഭയങ്കര ചിരിയായിരുന്നു. അവർ ആദ്യമായിട്ട് ആ വീഡിയോയിലൊക്കെ വരുന്നതുകൊണ്ട് ഹായ് ഒക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ഇങ്ങനെ രാത്രിയിൽ പോയി നാടകം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ പൊന്നൂടെ അടുത്ത് ഇത് മൂത്തമ്മയുടെ മോള് പൊന്നു, അവളുടെ അടുത്ത് ഹായ് ഒക്കെ കാണിക്കാൻ പറഞ്ഞു. സൂപ്പർ നാടകമാണെന്നൊക്കെ ഞാൻ നാടകത്തിൻ്റെ അഭിപ്രായമൊക്കെ ചോദിക്കും. അപ്പം ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്ന അടുത്ത ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇന്ന് അമ്മയില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഇന്ന് നമുക്ക് ഡ്യൂട്ടി നമുക്ക് രണ്ടുപേർക്കുവാണേ. അപ്പോൾ രാവിലെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് എല്ലാം തൂത്ത് വാരിയിട്ട് നമുക്ക് പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ കുറച്ച് പാത്രമേ ഉള്ളൂ, അതൊക്കെ കഴുകി വെക്കുക. അപ്പോൾ ഞാൻ ഇവിടേക്ക് തൂക്കാന്ന് വിചാരിച്ചു. മീനും അത് പാത്രം കഴുകുക. അപ്പോൾ ഞാൻ ഇവിടേക്ക് തൂത്ത് വാരിയ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അബി ഉണ്ട്. അബി ഹായ് കൊടുത്തേടാ. എങ്ങോട്ടൊക്കെ ഹായ് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തൂത്തെല്ലാം വാരി വൃത്തിയാക്കി. അപ്പോൾ ഇനി കുറച്ച് ചക്ക ഇരിക്കണം. അപ്പോൾ നമുക്ക് ചക്ക വൃത്തിയാക്കാൻ വിചാരിച്ചു. അമ്മയില്ലാത്ത ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ചക്ക അടിക്കാവേ. ഓക്കെ, നല്ല വിളഞ്ഞ ചക്കയല്ലേ. ഇത് വേണോ? മറ്റേ പിച്ചൊക്കെ കാണുന്നില്ല, എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. ഇതിനെല്ലാം മുറിച്ചുണ്ട്, മേളക്കി തന്നു. മുറിച്ചിലൂടെ വെട്ടി നടക്കാം. ചക്ക വേണോ വി? എന്നാണോ കറയില്ലല്ലേ? എന്തുവാ തിന്നോ? ചക്ക നമുക്ക് ഇഷ്ടമല്ലോ ചക്ക. ഗ്യാസിപ്പോൾ കൊണ്ടുവരുമായിരിക്കും. കൊറിയറും ഇവിടെ പണി കിടക്കണം മേല അവിടെ വീട് പണി നടക്കും. ചക്കക്കകത്തൊന്നും വീഴോടാണ്. ചക്കക്കകത്ത് വീഴുവോ? അവിടെ കിടക്കും ചക്കക്കകത്ത് വീഴ. വലിയ ചക്കല്ലേ. ഇതെല്ലാം അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്നു. അമ്മ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയേക്കാം. അതുകൊണ്ടാണ് ഈ ഡ്യൂട്ടിയൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങൾ തിന്നോ? നീ മറ്റേ നീ എന്തിനാ കളയാനാണോ? കളയാനാണോ? ചക്ക പൊളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചക്ക തിന്നുകൊണ്ടാണ് പൊളിക്കണം. അവിടെ ഉള്ളു.
ചക്ക. ഇതിനാണോ നീ ചക്ക ഒഴിച്ചേ? നമ്മളെല്ലാം വൃത്തിയാക്കി വെക്കത്തേ ഉള്ളൂ. അമ്മ വന്നതിന് ശേഷം അമ്മ ലേഡി പാചകരാണി. ചക്ക കളയാടാ, ആ കുറച്ചേ ഉള്ളൂ. ചവച്ചിരണേ അബി. തുപ്പോന്നോ? തുപ്പല്ലേ? വേണ്ടേ കഴിക്കണ്ടെങ്കിൽ വെക്ക്. ചാറ് മാത്രം കൊടുത്ത്. അബി ഇന്നലെ നമ്മൾ എവിടെ അബി പോയേ? ഇന്നലെ നമ്മൾ എവിടെ പോയേ? എന്താ അല്ലേ ഇന്നലെ നമ്മൾ എവിടെ പോയേ? എന്താ കാണാനാ പോയേ? അമ്മാമ്മയായിട്ട് എന്താ കാണാനാ പോയേ? എന്നാ ഇതിന്റെ അമ്മ കൊണ്ടുപോയില്ലേ? ഇന്നലെ നമ്മൾ നാടകം കാണാൻ പോയില്ലേ? സൂപ്പറായിരുന്നാ? സൂപ്പർ നാടകമായിരുന്നു ലേഡി. നല്ല നാടകമായിരുന്നു. നമ്മുടെ നാട്ടുകാരെ നാടകമായിട്ട് പറയല്ലോ, നല്ല അടിപൊളി നാടകമായിരുന്നു. എനിക്ക് കൊച്ചിൻ്റെ അടിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസം. നല്ലതായിരുന്നു. വീണ വിൽപ്പനക്കാരൻ നാടകത്തിൻ്റെ പേര്. നമ്മുടെ ഈ നാട്ടിലെ തന്നെ ആൾക്കാരെല്ലാം കൂടി നാടകം എഴുതി കുറേ നാളായി അല്ലേ? പിന്നെ നാടകം നല്ല കഥയും. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ നാടകമായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ട് നാടകത്തിൻ്റെ പേര് വീണ വിൽപ്പനക്കാരൻ. കുഴപ്പമൊന്നുമില്ല അതല്ലേ? ഞാൻ അവിടെ കയ്യിലിരിക്കുവാണെങ്കിൽ ആൾക്കും ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ കുഞ്ഞുനാളെ ഉത്സവ കുട്ടിയാ അല്ലേ അബി? നമ്മളെ കടി മുമ്പേ പോയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് കുഞ്ഞെ അങ്ങോട്ടൊന്ന് വിളിച്ചേക്കാം ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അപ്പൊ കുഞ്ഞമ്മയും മക്കളെ ഉള്ളു വീട്ടിൽ ഞാൻ വരും. ഹായ്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും ചക്ക എടുക്കണം. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മീൻ ഒരുവിധം എല്ലാം റെഡിയാക്കി. കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ഞാൻ താമസിച്ചില്ലല്ലോ, പെട്ടെന്നില്ലേ. എന്താ ബി സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന്? വീഡിയോ എടുക്കുന്നുണ്ടാണോ അവിടെ? ഡീസൻ്റ് ആണെന്ന് കാണിക്കണോ? JCB ആണപ്പോ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? JCBയുടെ JCB ഉണ്ടോ? അല്ലേ ഒരു മുതലുണ്ടല്ലേ? നല്ലൊരു ടേസ്റ്റ്. പച്ചക്കറി തിന്നോണ്ടേ പുതിയൊക്കെ മഞ്ഞിക്കും ചെയ്യും. ഒരു വെള്ളം കണ്ട് പറയാം. അധികം കൂട്ടത്തിൽ എന്തൊരു ചൂട്. ഇന്നും വേറെ അവിടെ പണിയാണ്. എവിടെ? നമ്മുടെ തടിമില്ലേ അവിടെ. അപ്പൊ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നത്തിലാണെന്ന് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ നമ്മൾ കുറുക്കുണ്ടാക്കി കുഞ്ഞിച്ചിരി കുറുക്കുണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഇത് പശുവും പാലാണ്. കണ്ട കുപ്പിപ്പാലായിട്ട് നമ്മള് നമുക്ക് അംഗൻവാടിയിൽ കിട്ടുന്ന അമൃത. അപ്പൊ ഇത് വെച്ചിട്ട് കുഞ്ഞിച്ചിരി കുറുക്കുണ്ടാക്കി കൊടുക്കാൻ.
കുഞ്ഞു പോയാ? കുഞ്ഞിപ്പോ പോകും. കുഞ്ഞിക്ക് ഞാൻ ഇന്നപ്പോൾ അവിടെ ഓട്ടം ഒന്ന് കിടക്കുന്നു. പോട്ടെ. മറ്റേ പാവം എടുത്തു പോയിരിക്കുന്നു. ചക്കയൊക്കെ വറുത്തുകൊണ്ട് പോയേക്കും. അമ്മേനെയൊക്കെ വരുന്നുണ്ടോ? അമ്മേനെ ഇപ്പൊ വരുന്നുണ്ട്. അമ്മേലേക്ക് എന്തോ പോലെ വീട്ടിനകത്ത് വേറെ ആരും ഇല്ലാത്ത പിള്ളേരൊക്കെ എന്താ ചെയ്യണമെന്ന് കത്തറിയാമല്ലേ. ഭയങ്കര നമ്മൾ സംസാരിക്കുന്ന പതുക്കല്ലേ സംസാരിക്കുന്നത്. മറ്റേ നമുക്ക് നോക്കാം അതെല്ലാം അടച്ചിട്ടില് അകത്ത്. എനിക്കെന്താ പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ബോർ എന്തോ ഇല്ലായ്മ പോലെ. സത്യം അമ്മമാരില്ലെങ്കിൽ ആ വീട് ഇറങ്ങി പറഞ്ഞു. പണ്ടേ അങ്ങനെ ഞാനെങ്കിലും തന്നെ എവിടെയൊക്കെ പോകുമ്പോ എപ്പോഴും ചോദിക്കണം അമ്മ വരും അമ്മ വരും. ഞങ്ങളെ വിളിച്ചില്ല അമ്മ വെച്ച് കഴിയും. അച്ചാച്ചനായിട്ട് അച്ഛനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കുടിപ്പിക്കണം. പിന്നിപ്പോ നല്ല ഉറക്കമല്ലേ? നല്ല ഉറക്കമാണ്. ഞാൻ അതെല്ലാം പിള്ളേരും അങ്ങനെ അമ്മമാരെ കിടക്കാൻ ആ സമയമാകുമ്പോ അവള് എങ്ങനെ നടന്നിരിക്കുന്ന ആദ്യത്തെ കുളികൾ കഴിഞ്ഞ് സുഖമായിട്ട് നമ്മളിപ്പോ പാചകം ശരിയാ. നമ്മുടെ കുറുക്ക് റെഡി ആയിരിക്കുന്നു. അതിന്റെ പോഷകാഹാരം ഇത് കൊടുക്കണ്ടേ? പാട് അതല്ലേ പാടും. ഏറ്റവും വലിയ പാടാണ് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കും. ഇത് ചൂടൊരു നാരങ്ങ ഇല്ലല്ലേ നമുക്ക്? നമുക്ക് ഇന്നത്തെ കണക്കില് ഇന്നലെ അല്ല നമ്മള് കുടുംബശ്രീ ഒന്ന് എന്തോടി തൊഴിലുറപ്പ് ചേച്ചിമാർക്ക് ഉണ്ടാക്കി സാധനം ഉണ്ടാക്കിയാലോ? കട്ട് ചെയ്യണോ അടി? കറുപ്പാണോ? കറുത്ത കളറാ കിടക്കണോ? കട്ട് ചെയ്ത് നോക്കിയടി. ഈ ചൂട് സമയത്ത് നല്ലതല്ലേ? കസ്കസിന് വെള്ളത്തിടണ്ടേ? മറ്റേ എടുത്തതില്ല അവർക്ക് ഇട്ട് കൊടുത്തായിരുന്നു. കട്ട് ചെയ്ത് നോക്കി. ഏതാ കൊള്ളാവുന്ന എടുക്കാം. ആ ഇത് കുഴപ്പമില്ല. ഇത് വെള്ളത്തിൽ കിടങ്ങി ഉണങ്ങി കിടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയത്. ഇച്ചിരി ഇട്ട ഇങ്ങനെ കുഴപ്പം. തൊലി പൊട്ടി പൊട്ടി പോണു. എന്താ കുരു എടുത്താൽ മതി. അകത്തുണ്ടായിരുന്നു. കുരു ആണെങ്കിൽ പണിയെടുക്കാം. ഇല്ലില്ല അതിനകത്താണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ലെമൺ ജ്യൂസ്. എവിടെ പോയാലും കുടിക്കുന്ന സാധനം. അത് മതിയാ? അത് എത്ര നാരങ്ങ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്യാൻ മാറും അല്ലേ? വേറെ ടേസ്റ്റ് സൂപ്പറാണല്ലേ? അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ശരിയാ? മതിയായിരിക്കും മതിയായിരിക്കും. വെള്ളം വേണേ? അല്ല ഇത് വെള്ളം ഇത് അടിക്കാൻ വേണ്ടിട്ട് വേണ്ട പഞ്ചസാര
അറിയട്ടെ എങ്ങനെയാ വീട് വരാം. അയ്യോ പുളി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. മധുരത്തിക്കോളാം കുഴപ്പമില്ല. കുറിച്ച് ആദ്യത്തെ സിസ്റ്റമാണ് തോന്നുന്നു. ചൂട് സമയത്ത് അടിപൊളി സാധനമാണ് കഴിച്ചത്. പുലി രണ്ടു മൂന്ന് വീടായിട്ട് തോന്നിട്ട് കഴിപ്പണ്ട എനിക്കില്ല. എനിക്കുണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞിന് കുറുക്ക കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് താളി തേച്ച് കുളിക്കാന്ന് വിചാരിച്ചാണ് പോകാൻ. ഞാൻ ഉടുപ്പൊക്കെ പഴയ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പോകും താളി തേക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇല വെച്ചാവേ. ചെമ്പരത്തി ഇലയാണ് വെച്ചാൻ പോകുന്നത്. ഇതിനകത്ത് അതിനകത്ത് വെച്ചിട്ടില്ല അല്ലേ? അതെ, പൂട്ടാൻ നല്ലല്ലേടി? ആ പൂ നല്ലതാ. ഒരെണ്ണമാണ് ഇട്ടായി, ഒരുപാട് ഇട്ടിട്ട്. ആ അത് വേണ്ട, അഞ്ച് ഒരു കൂടെ വെച്ചിട്ടാ കേട്ടക്കട്ടെ. നമ്മളിവിടെ തീ ഇട്ടപ്പം കരിഞ്ഞു പോയത്. മുടി കൊഴിച്ചില്ല നല്ലതല്ലേ? താരനും കൊഴിഞ്ഞു കൊഴിഞ്ഞില്ല. അതുകൊണ്ട് താളിയെങ്കിലും ഇട്ടെന്ന് മുടി ശ്രദ്ധിക്കാന്ന് വിചാരിച്ച്. കുഞ്ഞിപ്പെണ്ണ നല്ല ഉറക്കം അല്ലേ? നല്ല മതിയാ? കാണുമോ? മിക്സിയിലടിക്കണോ അതാ കൈ കൊണ്ട് ചെയ്യണോ? കൈ കൊണ്ട് എവിടെയാ മതി, നല്ലതുപോലെ വരത്തില്ല. പക്ഷെ പിരിയാൻ നിൽക്കണ്ടേ? അതിനെക്കാട്ടി നല്ലത് നല്ലപോലെ കഴിച്ച് അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഞെവിടി വെച്ചാൽ കഴിവണോ ഇത്? പൊടി കുറച്ച് വെള്ളം മതിയാ?
താടി അവിക്കണോടാ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇത് ഞെവിടി പിന്നെ എണ്ണ പോലെ ആക്കിയെടുക്കണം. അബി മുടി കായ് കൊടുക്കണം. അവിടെ നല്ലൊന്നും തേച്ചുകൂടി താളി അപ്പോഴല്ലേ താളി വേണോ ഇവിടെ നമുക്ക് താളി വേണ്ടേ? ഇത് കണ്ടപ്പോഴേ അല്ലേ മുടി വിളിച്ച് ആഴറങ്ങും. മുടി വേണ്ടേ നിനക്ക്? മുട്ട കഴിച്ചിരിക്കണോ? ഇതിൻ്റെ ഇതിനകത്തൊരു എണ്ണ ചെറുതായിട്ടൊന്നും വരാത്ത കുറച്ചു നേരം എടുക്കും. നല്ലോണം ഞെവിട്ടി സെറ്റാക്കുമ്പോൾ വരും. മറ്റേ ഇതും കൂടെ ചേർത്താലാ? ഇതിന്റെ പേര് അലോവേര. അത് നല്ലതാ. അത് തട്ടിയിടല്ലേ അബി? നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള അലോവേര. നാളെ തന്നെ മുടി വെക്കുന്നതായിരിക്കും. അബിക്ക് കുഞ്ഞുനാൾ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം തിന്നെ. നീ തേക്കുന്നതാളി തേക്കരുത് മുടിയിൽ. അബിക്കും അമ്മയ്ക്കും അബിക്കും അമ്മയ്ക്കും എന്താ അബിക്കും അമ്മയ്ക്കും കൂടെ തലയിലേക്ക് അത്രയ്ക്ക് ശരിയാവുന്നില്ല. ഇങ്ങനെയല്ലേ വേറെ സിസ്റ്റം ഒന്നുമില്ല. വെള്ളം കൂടി പോയോ? കുറച്ച് ഇടണല്ലേ? പക്ഷെ എല്ലാം തോനെ ഉണ്ട് നോക്കിയേ. എങ്കിച്ചൂടെ നല്ല ഞെവിട്ടി. ഈ ഇലക്ക് എത്ര അങ്ങോട്ട് കൊഴുകൊഴുപ്പില്ല. കട്ടിയിടലിരിക്കും. അതൊക്കെ കഴിയുമ്പോഴേ നല്ല ഇത് വരുന്നത്. വാടി വാടി കിടക്കുന്നു. വെയിലല്ലേ അബി? പുറത്തോട്ട് പോലും അതുകൊണ്ട് അബി ഇറക്കുന്നതേ ഇല്ല. ഞാൻ ഞെവിടിയത് ശരിയല്ലെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സ്വന്തമായിട്ട് ഞെവിടി തരുക. ശരിയായില്ലെങ്കിൽ അതിനെ ശരിയാവും. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവും. ഞെവിടി ഞെവിടി എന്താ ബി? ഇപ്പം വീണേനേന്നോ? ആ എവിടെ കയറി നിൽക്കുന്നേ? പിന്നെ എങ്ങനെ വീഴാതിരിക്കും? വീണേനെ. അബിക്ക് താളി തേച്ച് തരട്ടെ അമ്മ? അത് നല്ലതാടാ, മുടി കളിക്കൂടാ. നീ അവിടെ കയറിയിട്ട് വീഴല്ലേ. അങ്ങനെ നമ്മൾ താളി തേക്കാൻ പോവാണേ. അബി വന്നിരിക്കുക താളി തേച്ച് കൊടുക്കാം. അവരോട് തേച്ച് കൊടുക്കാം അല്ലേ? ആ ഓക്കെ. അബി കൊള്ളാവോ? കൊള്ളാവോടാ അബി? സൂപ്പർ അല്ലേ? അങ്ങനെ ആക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം താഴെ തലത്തേക്ക് മസാജ് ചെയ്യുന്നതേ. ഭയങ്കര ഇഷ്ടം എനിക്ക് തല മസാജ് ചെയ്യുന്നത്. നല്ല സുഖമായി. മീന് നല്ലൊരു മസാജറാണ്. ഒരു മസാജ് സെന്റർ ഇടാൻ പോകും. മീന് മസാജ് സെന്റർ. താളിയൊക്കെ തേച്ച് രവി താളിയൊക്കെ തേച്ച് നമ്മൾ കുളിക്കും. ഓ മസാജ് ചെയ്യാം. എന്തേടിയ സാധനം മസാജ് ചെയ്യാൻ കേട്ടോ. ഇഷ്ടപ്പെട്ട സൂപ്പറാണോ അബി മസാജ് ചെയ്തപ്പോ? പേര് നോക്കല്ലേ മസാജ്? പേരും കൂടെ നോക്കട്ടമ്മ. അതാ പേര് വല്ലതും ഉണ്ടെങ്കിലോ? ഇല്ലേ? മസാജ് ചെയ്താ മതിയാ? ഓക്കെ മസാജ് ചെയ്യാം. ഇവിടെ കണ്ണിലൊക്കെ മസാജ് ചെയ്യാം. കണ്ണിന് വീഴുന്നല്ലേ? ഇതില് അങ്ങോട്ട് അത് ലൂസല്ലേ? നല്ലതായിട്ടില്ല. മസാജ് ചെയ്യാ.
അമ്മ അത് എടുത്തെടുത്ത് ചെയ്യുന്ന അവിടെ ഇരിക്കേ. പത്തായ അല്ലേ ഇത്? ഏത് ഭക്ഷണം? തക്കാളിയോ? മസാജ്. സാരല്ല, നമ്മള് കുളിക്കാൻ പോവല്ലേ? കുളിച്ചിട്ട് നമ്മള് നല്ല ഡ്രസ്സൊക്കെ ഇടും, സുന്ദരനാവും. സുന്ദരനാവണ്ടേ? എന്താ സുന്ദരൻ നല്ലല്ലേ? മണ്ണ് കളിക്കല്ലേ? അമ്മ മസാജ് ചെയ്യോ തരുമല്ലേ അബിക്ക്? ആ അത് മസാല അല്ല, മസാജ്. ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുന്നു. അപ്പൊ മുടിക്ക് തലയ്ക്കും ഒക്കെ നല്ലല്ലേ? നമുക്ക് ചെയ്ത് തരാ. ഞാൻ ഇപ്പൊ ഉറങ്ങും. അപ്പൊ ഇവിടെ അമ്മ എങ്ങനെ ചെയ്തു തരാം. നല്ലല്ലേ അബി? അബിക്ക് ഇഷ്ടപ്പെട്ടാ ഇങ്ങനെ ചെയ്യുന്നേ? നല്ല സുഖേ. ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്ത് 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 മുടിയൊക്കെ കിളിച്ച് സുന്ദര കേട്ടാ. അങ്ങനെ ഞങ്ങളിങ്ങനെ മസാജൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് അങ്ങനെ മീന് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാതിരിക്കുവാണ്. ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഓർത്ത് വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ പിന്നെ ക്യാമറയൊക്കെ ഓൺ ചെയ്തിരുന്നു വീഡിയോ എടുത്തിരുന്ന് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ചോറ് പകുതി കഴിച്ചു കഴിഞ്ഞപ്പോഴേ വീഡിയോ എടുക്കുന്ന പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിനെ കണ്ണെഴുതി സുന്ദരിയാക്കാൻ പോവാണ്. ഇത്രമാത്രം സമ്മതിക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. ഗുഡ് ബോയ്. തുറക്കുന്ന എന്തിനാ? ഇത് റെഡിയാ. ബിങ്കോ ബിങ്കോ ബിങ്കോ. കുഞ്ഞു മാമിയോ? ഇവളോ? ഭയങ്കര കരച്ചില്ലല്ലേ അബി? ആമിയുടെ പേരെന്തോ അബി? ലച്ചുവിന്റെ പേരെന്തുവാ? അബിയുടെ പേരെന്തുവാ? പപ്പയുടെ പേരെന്തുവാ? വലിയ പപ്പയുടെ പേരാ? മാമിയുടെ പേരെന്തുവാ? മാമിയുടെ പേര്? മാമന്റെ പേരാ? മമ്മിയുടെ പേരാ? മമ്മിയുടെ പേരാ? അത് അപ്പാപ്പന്റെ പേരല്ലേ? മമ്മിയുടെ പേരെന്തുവാ അബിയുടെ? അശ്വതി. അമ്മയുടെ പേരാ? അബി അമ്മയുടെ പേരെന്താ മോനെ? അമ്മയുടെ പേരെന്തുവാ? കുമാരി ഇല്ലടാ, ശൈല. അപ്പാപ്പ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ ശരിയാക്കി തരാം.
ഇത് നോക്കാം ആമിക്ക് കരിയിരുന്ന ആമിയുടെ സുന്ദരിയാവുന്നുണ്ട അപ്പൊ ഇത് കൊട്ടുവാണോ? ഓക്കേ കണ്ണാടി നോക്കും സുന്ദരൻ സുന്ദരനായ നീ കുഞ്ഞിപ്പെണ്ണ് സുന്ദരിയായിക്കൊണ്ടിരിക്കുക. നല്ല ഉറക്കമാണ്. നല്ല ഉറക്കത്തിൽ ഇവിടുത്തെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന ആളാണ് ഇത്. കൊടുക്കിടത്തു ഇപ്പൊ കണ്ണു തുറക്കും. ഇപ്പൊ കണ്ണു തുറക്കിട്ടുണ്ട്. അഭി പാട്ട് പാടണം. Good boy. Jerry. എന്തു അഭി അത്? കുക്ക്. അതാണ് കുക്ക്. അതാണ് കുക്ക്. അതിന് പറ്റില്ല അതൊക്കെ ഇളക്കി കളഞ്ഞ അങ്ങോട്ട് ഇതും മാറ്റണം. ഇച്ചിരി ചെറുത് കഴിക്കാനല്ലേ മറ്റേ മൂട്ടിന് തൊട്ടിരിക്കണ്ടേ. അവിടെ വേറെ പോട്ട് അതങ്ങനെ പോലെ വെച്ച കടവി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് സുന്ദരിയായിരിക്കുന്നു. സുന്ദരി പോലായിരിക്കുന്നു. അങ്ങനെ പോയോ? സ്റ്റാർ തല്ലിട്ടളല്ലേ? ഇത് നമ്മളിപ്പോ ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു വാൾ സ്റ്റിക്കർ ആണ്. ഇത് നമുക്കൊന്ന് ഭിത്തിയിൽ ഒട്ടിച്ച് നോക്കിയാലോ?
അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ട് ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.